ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 7-ലെ 9-ാമത്തെ ശ്ലോകമാണ് പഠിക്കേണ്ടത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. ദൃഷ്ട്വാ സംഭൃതസംഭ്രമകമലഭൂ സ്ത്വത്പാദപാഥോരുഹേ ഹർഷാവേശവശം വദോ നിപതിതഃ പ്രീത്യാ കൃതാർത്ഥീ ഭവൻ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തഥാ പാദയ ദ്വൈതാദ്വൈതഭവൽസ്വരൂപപരമിത്യാചഷ്ട തം ത്വാം ഭജേ. കഴിഞ്ഞ 2 ശ്ലോകങ്ങളിൽ വൈകുണ്ഠത്തിൽ ബ്രഹ്മാവ് കണ്ട ഭഗവാന്റെ രൂപവർണ്ണനയാണ് പറഞ്ഞത്. ഈ ശ്ലോകത്തിൽ ആ ഭഗവത് രൂപം ദർശിച്ച ബ്രഹ്മാവിൻ്റെ അവസ്ഥയെപ്പറ്റിയാണ് പറയുന്നത്. നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ദൃഷ്ട്വാ സംഭൃത സംഭ്രമഃ കമലഭൂഃ ത്വത് പാദപാഥോരുഹേ ഹർഷാവേശ വശംവദോ നിപതിതഃ പ്രീത്യാ കൃതാർത്ഥീ ഭവൻ. ദൃഷ്ട്വാ കണ്ടിട്ട്, ദർശിച്ചിട്ട്, ആ ഭഗവത് രൂപം ദർശിച്ചിട്ട്, സംഭൃത സംഭ്രമഃ സംഭൃത വളരെയധികം, സംഭ്രമഃ പരിഭ്രമിച്ചിട്ട്, കമലഭൂ കമലഭൂ എന്നാൽ ബ്രഹ്മാവ്, അതായത് കമലത്തിൽ നിന്നും ഉണ്ടായത്, താമരയിൽ നിന്നും ഉണ്ടായത് ബ്രഹ്മാവ് എന്നാണ് ഇവിടെ കമലഭൂ എന്ന വാക്കിൻ്റെ അർത്ഥം. ത്വത് പാദപാഥോരുഹേ, ത്വത് അങ്ങയുടെ, പാദപാഥോരുഹേ, പാഥോരുഹേ എന്നാൽ ഇവിടെ താമര എന്ന് തന്നെയാണ് അർത്ഥം. അതായത് പാദസ് എന്നാൽ ജലം, രുഹ എന്നാൽ വളർന്നത്, പാഥോരുഹേ പാദസ്സിൽ നിന്നും വളർന്നത്, ജലത്തിൽ നിന്നും വളർന്നത് താമര. പാദപാഥോരുഹേ എന്നാൽ പാദപങ്കജം, ത്വത് അങ്ങയുടെ പാദപങ്കജത്തിൽ. ഹർഷാവേശ വശംവദോ നിപതിതഃ, ഹർഷാവേശം, ഹർഷം എന്നാൽ സന്തോഷം, ആവേശം എന്നാൽ പരവശനായിട്ട്, ഹർഷാവേശ സന്തോഷപരവശനായിട്ട്, വശംവദോ ആ രൂപത്തിന് അധീനനായിട്ട്, നിപതിതഃ വീണു അല്ലെങ്കിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അതായത് ദൃഷ്ട്വാ സംഭൃത സംഭ്രമഃ കമലഭൂ, ഈ ഭഗവത് രൂപം ദർശിച്ചപ്പോൾ വളരെയധികം പരിഭ്രമത്തോടുകൂടി ബ്രഹ്മാവ് ത്വത് പാദപാഥോരുഹേ അങ്ങയുടെ പാദപങ്കജത്തിൽ ഹർഷാവേശ വശംവദോ നിപതിതഃ സന്തോഷപരവശനായിട്ട് ആ രൂപത്തിന് അധീനനായിട്ട് വീണു, സാഷ്ടാംഗം പ്രണമിച്ചു. പ്രീത്യാ കൃതാർത്ഥീ ഭവൻ, പ്രീത്യാ സന്തോഷത്തോടുകൂടി, കൃതാർത്ഥീ ഭവൻ കൃതാർത്ഥി കൃതാർത്ഥനായിട്ട്, മോഹിച്ചതെല്ലാം തനിക്ക് ലഭിച്ചു എന്ന സന്തോഷത്താൽ, അതാണ് കൃതാർത്ഥീഭവൻ. അങ്ങനെ കൃതാർത്ഥീഭവനായിട്ട് സന്തോഷത്തോടുകൂടി ഭഗവത് പാദപങ്കജത്തിൽ ബ്രഹ്മാവ് സന്തോഷപരവശനായിട്ട് സാഷ്ടാംഗം പ്രണമിച്ചു. ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തത് ആപാദയ ദ്വൈതാദ്വൈത ഭവൽസ്വരൂപപരം ഇത്യാചഷ്ട തം ത്വാം ഭജേ. ജാനാസ്യേവ, ജാനാസി ഏവ, ജാനാസി എന്നാൽ അങ്ങ് അറിയുന്നു, ഏവ അല്ലോ, ജാനാസ്യേവ അങ്ങ് അറിയുന്നുവല്ലോ, മനീഷിതം ആഗ്രഹം അല്ലെങ്കിൽ അഭിലാഷം, മമ എൻ്റെ, മനീഷിതം മമ എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ, ജാനാസ്യേവ അങ്ങ് അറിയുന്നുവല്ലോ, വിഭോ സർവജ്ഞാനിയായ സർവാന്തര്യാമിയായ ഭഗവാനെ എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്താണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ജ്ഞാനം തത് ആപാദയ, തത് ആ ജ്ഞാനം, ജ്ഞാനത്തെ, തത് ജ്ഞാനം ആ ജ്ഞാനത്തെ, ആപാദയ എനിക്ക് തന്നാലും, എൻ്റെ മനസ്സിൽ എന്തിനു വേണ്ടിയുള്ള ആഗ്രഹമാണെന്ന് സർവജ്ഞാനിയായ ഭഗവാനെ അവിടുത്തേക്ക് അറിയാമല്ലോ. ആ ആഗ്രഹത്തെ, ആ ജ്ഞാനത്തെ, ആപാദയ എനിക്ക് തന്നാലും, ദ്വൈതാദ്വൈത ഭവൽസ്വരൂപപരം, ദ്വൈതവും അദ്വൈതവുമായ
ഭവൽ സ്വരൂപത്തെപ്പറ്റി, അങ്ങയുടെ സ്വരൂപത്തെപ്പറ്റി. അതായത് ദ്വൈതമായ ഭഗവത് സ്വരൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പ്രപഞ്ചം മായയ്ക്ക് അധീനമാണ്, എന്നാൽ ഭഗവാൻ ഇതിൽ നിന്നെല്ലാം പുറത്താണ്, മായ ഭഗവാനെ ബാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഭഗവാൻ വേറെ പ്രപഞ്ചം വേറെ എന്ന് ദ്വൈതഭാവം. അല്ലാതെ അദ്വൈതഭാവം എന്ന് പറയുമ്പോൾ എല്ലാം ബ്രഹ്മമാണ്, എല്ലാം ബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്നു, ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്നു, ആ ഏകത്വഭാവം. ഇങ്ങനെ 2 തരത്തിലുള്ള ഭാവങ്ങളായിട്ടും നമ്മൾ ഭഗവത് സ്വരൂപത്തെപ്പറ്റി പറയാറുണ്ട്. അങ്ങനെയുള്ള ദ്വൈതവും അദ്വൈതവുമായ ഭഗവത് സ്വരൂപത്തെ ഭഗവത് സ്വരൂപത്തെപ്പറ്റി ജ്ഞാനം തത് ആപാദയ, ആ ജ്ഞാനവും ആപാദയ എനിക്ക് തന്നാലും, ഇത്യാചഷ്ട ഇപ്രകാരം ആചഷ്ട പറഞ്ഞു, ബ്രഹ്മാവ് ഇപ്രകാരം പറഞ്ഞു ഭഗവാനോട്, തം ത്വാം ഭജേ, തം അങ്ങനെയുള്ള, ത്വാം അങ്ങയെ, ഭജേ ഞാൻ ഭജിക്കുന്നു എന്ന് മേൽപ്പത്തൂർ ഇവിടെ പറയുകയാണ്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. വളരെ ദുർലഭമായി മാത്രം ലഭിക്കുന്ന ആ ഭഗവത് സ്വരൂപം വൈകുണ്ഠത്തിൽ തനിക്ക് ദൃശ്യമായപ്പോൾ ആ ബ്രഹ്മാവ് പരിഭ്രമത്തോടെ ആനന്ദപരവശനായിട്ട് മോഹിച്ചതെല്ലാം ലഭിച്ചു എന്ന കൃതാർത്ഥതയിൽ ആ ഭഗവാന്റെ പാദപങ്കജത്തിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഭഗവാനെ, എനിക്ക് എന്താണോ മനസ്സിൽ ആഗ്രഹമുള്ളതെന്ന് സർവാന്തര്യാമിയായ അങ്ങയ്ക്കറിയാമല്ലോ. ആ ആഗ്രഹത്തെ എനിക്ക് സാധിച്ചു തന്നാലും ദ്വൈതവും അദ്വൈതവുമായ അങ്ങയുടെ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവും എനിക്ക് പ്രദാനം ചെയ്താലും എന്ന് ബ്രഹ്മാവ് ഭഗവാനോട് പറഞ്ഞു. തം ത്വാം ഭജേം, അങ്ങനെയുള്ള അങ്ങയെ ഞാൻ ഭജിക്കുന്നു എന്ന് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ പറയുന്നു. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂ ത്വത്പാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാ കൃതാർത്ഥീ ഭവൻ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തഥാ പാദയ ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപ പരമിത്യാചഷ്ട തം ത്വാം ഭജേ. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂ ത്വത്പാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാ കൃതാർത്ഥീ ഭവൻ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തഥാ പാദയ ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപ പരമിത്യാചഷ്ട തം ത്വാം ഭജേ. 10ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.